ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ച് അധികാരം നിലനിർത്താൻ നടത്തിയ നീക്കങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണെന്ന് കെ ജയശങ്കർ. വോട്ടുകൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാട്ടകാമാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നിന്ന് ചിറക്കൻ സെന്ററിലേക്ക് നടത്തിയ ഫ്രീഡം ലൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം നിരവധി തവണ കോൺഗ്രസും കോൺഗ്രസ് ഇതര സർക്കാരുകളും മാറി മാറി ഭരിച്ചിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുപോലെ ഗുരുതര ആരോപണം ഉയർന്നിട്ടില്ലെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിനെ മാറ്റിക്കൂട്ടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ജനങ്ങൾക്കിടയിൽ അപഹാസ്യരായത്. മോഡി സർക്കാർ കാട്ടിക്കൂട്ടുന്ന കൊള്ളരായ്മയ്ക്കെതിരെ നിരന്തരം രാജ്യത്തെ ജനങ്ങളോട് സംബന്ധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്ത്യൻ ജനതയിൽ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുകയാണെന്നും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ MM അബ്ദുൾ റഷീദ്, NK അബ്ദുൽ മജീദ്, NM റഫീഖ്, ബിജു C ജോബ്, സുനിൽ അരുവായി, ശശിധരൻ കണ്ടംപുള്ളി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സുധാർട്ട്, KSU ജില്ലാ സെക്രട്ടറി NA റാഷിദ്, മിനി ടീച്ചർ, കൗസില പെഞ്ഞാമുക്ക്, ആയിഷ കോട്ടോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് ജനാർദ്ദൻ അധികാരത്ത്, സജു K ഡേവിഡ്, സുബ്രു ഐനൂർ, റിയാസ് ചിറക്കൽ, റസാഖ് പെരുന്തിരുത്തി, CM ഗഫൂർ, KK ഇക്ബാൽ, സാംസൺ വാഴപ്പള്ളി, NA ബാസിൽ, ആഷിഖ് കോട്ടോൽ, TK പ്രഹ്ലാദൻ, വാസു കാഞ്ഞിരത്തിങ്കൽ, TA വേലായുധൻ, രാജൻ പൂവാറ, ജിഷാർ കോട്ടോൽ, രമു അരുവായി, പ്രഭു മൂലേപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. തിരികെ കയറ്റുന്ന സമ്പ്രദായം ഞങ്ങൾ ഓർക്കുന്നു. 1990-കളിൽ ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അദ്ദേഹത്തിന്റെ പേര് TN ശേഷൻ എന്നായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ശ്രീ TN ശേഷൻ. ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടുന്ന ഒരാറ്റം ബോംബാണ് ആഗസ്റ്റ് 9-ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനമെന്ന് ആമുഖമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇല്ലാതാക്കാൻ BJPയുടെ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഈ BJPയുടെ B ടീമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ചോദിക്കുക, എന്താ ചോദിച്ചത്? നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് ആരോടാ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധിയോട്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാർ ആണിറങ്ങിയിട്ടും വിട്ടുകിടക്കാത്തവനാ രാഹുൽ ഗാന്ധി. അവന്റെ വായുധം എന്ന് പറയുന്നത് കയ്യിൽ പിടിച്ച ചുവന്ന പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഞരമ്പുകളിൽ ഓടുന്ന ചോര, അത് പേര് തീരാത്ത രക്തസാക്ഷി